നമസ്കാരം. അറിയോ എന്ന ഇൻഫോർടൈൻമെന്റ് പ്രൊജക്ടിന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് സീരീസ് എപ്പിസോഡ് 1ലേക്ക് സ്വാഗതം. ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ എന്നുള്ള ഉത്തരത്തിന് വളരെ ലളിതമായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ മുമ്പിലിരിക്കുന്നത് CA ശിവദാസ് ചേറ്റൂർ, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്ലസ് ലോയർ ബൈ ഡിഗ്രി. കഴിഞ്ഞ 40 വർഷമായി പാലക്കാട് ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. റിപ്പബ്ലിക് ദിനം അല്ലെങ്കിൽ റിപ്പബ്ലിക് എന്നാൽ എന്താണെന്നറിയോ എന്ന് ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും തരിക? റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് 1950 ജാനുവരി 26 മുതലാണ്. ആ ദിവസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിവസമാണ്. കാരണം ആ ദിവസം ആണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു രൂപരേഖ, ആ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, എങ്ങനെ ഭരണം നടത്തണം എന്നൊക്കെ നിശ്ചയിക്കുന്ന അടിസ്ഥാനപരമായ നിയമങ്ങളും തത്വങ്ങളും അടങ്ങുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ നിയമ പ്രമാണം എന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാം. ഒരു കണക്കിന് ഇന്ത്യയുടെ ആധാരം എന്നൊക്കെ പറയാം അല്ലെ? ഇന്ത്യയുടെ ഒരു അടിയാധാരം, അടിസ്ഥാനപരമായ പ്രമാണം, ആധാരം എന്നൊക്കെ പറയാം. കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മളെ മദർ ഓഫ് ഓൾ ലോസ് എന്ന് പറയാറുണ്ട്. കാരണം അതാണ് അടിസ്ഥാനപരമായ നിയമപ്രമാണം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബാക്കി എല്ലാ നിയമങ്ങളും ഉത്ഭവിക്കുന്നത്, പ്രവഹിക്കുന്നത് എന്നൊക്കെ പറയാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്ത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനമാക്കി അല്ലാതെ ഒരു നിയമത്തിനും ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽപ്പില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ ഈ ഒരു പ്രക്രിയ തുടങ്ങുന്നത് തന്നെ ഇൻഡിപെൻഡൻസ് ആ ഒരു സമയത്താണ്. അപ്പൊ ആ കാലഘട്ടത്തില് ഇന്ത്യ ഇപ്പൊ ഇന്നത്തെ രൂപത്തിലൊന്നും അല്ല. വേറെ കുറെ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സ് ഉണ്ട്, കുറെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന വേറെ കുറെ ഇതുണ്ട്, നാട്ടുരാജ്യങ്ങളുണ്ട്. അങ്ങനെ മിക്സപ്പായി കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനൊരു പരിപാടി തുടങ്ങുക എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചുണ്ടാക്കുന്ന ഒരു സംഭവം ആയിരിക്കില്ലല്ലോ. നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ, അതിന്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രക്രിയ തുടങ്ങിയത് പല പല ഘട്ടങ്ങളിലായിരിക്കാം, പല പല പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണ്? നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജേർണി നമുക്ക് പറയാൻ പറ്റുക? ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ അല്പം ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കേണ്ടതായിട്ട് വരും. നമുക്കൊക്കെ അറിയാം, ഇന്ത്യ ഏതാണ്ട് ഒരു 400 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ആദ്യം ഇന്ത്യയിൽ വന്ന് കച്ചവടം തുടങ്ങിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ആ കാലഘട്ടത്തിലാണ്. അന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ വന്ന് പതുക്കെ അവർ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും ഒടുവിൽ 1757 പ്ലാസി യുദ്ധത്തോടുകൂടി ഇന്ത്യയുടെ ഭരണം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഏതാണ്ട് 100 വർഷത്തോളം ഇവിടെ ഇന്ത്യയിൽ നീണ്ടു നിന്നു. 1857 മീററ്റിലെ ലഹള, ശിപായി ലഹള പടർന്ന് ഇന്ത്യയിൽ മുഴുവനും വ്യാപിച്ചതോടുകൂടി ഗത്യന്തരമില്ലാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലാക്കുകയും ചെയ്തു. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുകയും അന്നു മുതൽ ഇന്ത്യയുടെ ഭരണം മുഴുവനും രാജ്ഞിയിൽ നിക്ഷിപ്തമാവുകയും രാജ്ഞി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മുഖേന ഇന്ത്യയിലെ ഒരു ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്ത് ആ ഗവർണർ ജനറലാണ് ഇന്ത്യയുടെ ഭരണം നടത്തിയിരുന്നത്. ഈ ഗവർണർ ജനറലിനെ അസിസ്റ്റ് ചെയ്യാൻ കുറെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടൻ നേരിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാവുന്നതും ഇന്ത്യക്ക് ഒരു ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്ക് പ്രാതിനിധ്യം വേണം എന്നുള്ള ഒരു ആവശ്യം അവരിൽ നിന്ന് ഉയരുകയും ചെയ്തു.
അങ്ങനെ പല ദേശീയ നേതാക്കളും രംഗത്തിറങ്ങുകയും അതിനുവേണ്ടി ആവശ്യമുന്നയിക്കുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്തു. 1892 ഭരണഘടനാ ഭേദഗതികളുണ്ടായി. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ മുഖേന 1909 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. അതിലും അടിസ്ഥാനപരമായ ഇന്ത്യയുടെ ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ അതിലുണ്ടായിരുന്നു. 1919 മോണ്ടഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. അതിനുശേഷം ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയെ 2 ഭൂവിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. ഒന്ന്, ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിൽ കീഴിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യ. ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കുറേ പ്രോവിൻസുകൾ ഉണ്ടായിരുന്നു. മദ്രാസ് പ്രോവിൻസ്, ബോംബെ പ്രോവിൻസ്, ബംഗാൾ പ്രോവിൻസ്, യുണൈറ്റഡ് പ്രോവിൻസ്, സൗത്ത് ഫ്രോണ്ടിയർ, അങ്ങനെയൊക്കെ കുറേ പ്രോവിൻസുകൾ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ 800ഓളം നാട്ടുരാജ്യങ്ങൾ, പല രാജാക്കന്മാരെ ഭരിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം. അങ്ങനെ 1920 ശേഷം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വയം ഭരണം വേണം എന്നുള്ള ഒരു ആവശ്യം വളരെ ശക്തമായി ഉയരുകയും ഹോം റൂൾ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കുകയും നിരാഹാര സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, അല്ലെങ്കിൽ നിയമലംഘനം തുടങ്ങിയ പല പരിപാടികളും ഗാന്ധിജിയുടെയും കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. അങ്ങനെ 1929 ചേർന്ന ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വേണം, പൂർണ്ണ സ്വരാജ്, അതാണ് ഇന്ത്യയുടെ ആവശ്യം, അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പ്രമേയം പാസ്സാക്കുകയും 1930 ജനുവരി 26 ഇതേ ദിവസം മഹാത്മാഗാന്ധി ഒരു പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതി, ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യമാണ്, ബ്രിട്ടന്റെ ഡൊമീനിയനായി കഴിയാൻ ഇന്ത്യക്ക് കഴിയില്ല, ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന് മഹാത്മാഗാന്ധിയും ആവർത്തിച്ചു പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 1927 ആ കാലഘട്ടത്തിൽ സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയും 1930 സൈമൺ കമ്മീഷൻ ബ്രിട്ടീഷ് പാർലമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ വെച്ച് വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തുകയും ഇന്ത്യയുടെ പ്രതിനിധികളുമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ചർച്ചകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അടിസ്ഥാന രേഖ എന്ന് വേണമെങ്കിൽ, അടിസ്ഥാന പ്രമാണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയെ 2ആക്കി തിരിച്ചു. ഫെഡറൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും. ഈ പ്രോവിൻസുകളെയൊക്കെ സ്റ്റേറ്റ് പ്രോവിൻസുകളാക്കുകയും ഒരു ഫെഡറൽ ഗവൺമെൻറ്, അതായത് ഗവർണർ ജനറൽ കീഴിൽ ഒന്നിച്ച് ഇന്ത്യ മുഴുവനും ഭരണത്തിനുള്ള അധികാരവും ഈ പ്രോവിൻസുകൾക്ക് അവരുടേതായിട്ടുള്ള ഭരണാധികാരവും കൊടുത്തു. അതായത് ഭരണ അധികാരത്തിന് കേന്ദ്രവും ഫെഡറൽ ഗവൺമെൻറ്റും ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളും തമ്മിൽ പങ്കിട്ടെടുക്കുന്ന ഒരു പ്രക്രിയ. അതാണ് ഏറ്റവും പ്രധാനം 1935 ആക്ടിലുള്ള വ്യവസ്ഥ പ്രകാരം. ഇതുകൊണ്ടും ഇന്ത്യൻ നേതാക്കൾക്ക് തൃപ്തിയായില്ല. 1939 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ബ്രിട്ടീഷ് സാമ്പത്തിക നില വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് നീങ്ങുകയും ഇന്ത്യയിലുള്ള പ്രക്ഷോഭം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് 1942 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയവ ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നിലനിൽപ്പില്ലാതായി. അവർക്ക് മനസ്സിലായി ഇനി അധികകാലം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർ സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുകയും ഭരണം ഇന്ത്യയിലേക്ക് കൈമാറാം എന്നും ആ ഭരണം കൈമാറാനായിട്ട് ആദ്യപടി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്ഥാപിക്കാനായി 1946 തീരുമാനമെടുക്കുകയും ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളും ചേർന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1946 രൂപീകൃതമാവുകയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ ചെയർമാനായി അല്ലെങ്കിൽ പ്രസിഡൻ്റായി
അവരോധിക്കുകയും ചെയ്തു. അതിനുശേഷം കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങിത്തുടങ്ങി. മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയക്കുകയും സ്വാതന്ത്ര്യം കൈമാറാനുള്ള പ്രക്രിയകൾ ഉടനെ തുടങ്ങണമെന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് 1947 ജൂലൈയിൽ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരം ഇന്ത്യയിലുള്ള ഭരണ നിയന്ത്രണം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ അധികാരവും ബ്രിട്ടീഷ് പാർലമെന്റ് ഉപേക്ഷിക്കുകയും അതിനുള്ള അധികാരം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് നൽകുകയും ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത് വരെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള അധികാരവും ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഉണ്ടായി. അതിനോടൊപ്പം തന്നെ കുറച്ച് ചരിത്രം പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഉടലെടുത്തതിന് ഏതാണ്ട് ആ സമയത്ത് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും അവർക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്നുള്ള ആവശ്യം മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഉന്നയിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. അവർക്ക് അവരുടേതായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നായിരുന്നു അവരുടെ ആവശ്യം. അതുകൊണ്ട് 1946 രൂപീകൃതമായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഇന്ത്യയെ രണ്ടാക്കി വിഭജിക്കുകയും പാകിസ്ഥാൻ, ഇന്ത്യ അങ്ങനെ 2 രാജ്യങ്ങളായി വേർതിരിക്കപ്പെടുകയും ചെയ്തു. പഞ്ചാബിന്റെ ഒരു ഭാഗം, ബംഗാളിന്റെ കിഴക്ക് ഭാഗം, ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് പഞ്ചാബ്, പിന്നെ കുറെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുറെ രാജ്യങ്ങളും ചേർത്ത് ആണ് പാകിസ്ഥാൻ രൂപീകൃതമായത്. അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നടപ്പിൽ വന്ന ദിവസമാണ് ഓഗസ്റ്റ് 15, 1947. നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കും. അതിനുശേഷം ഓഗസ്റ്റ് മാസം അവസാനം 30-ാം തീയതിയോ മറ്റോ ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇന്ത്യക്കുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും അതിനുശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് കമ്മിറ്റി 7 അംഗങ്ങൾ അടങ്ങിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് കമ്മിറ്റിയെ നിയോഗിക്കുകയും ഡോക്ടർ അംബേദ്കറെ അതിൻ്റെ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അതിൽ വേറെ 6 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒരു BN റാവു, ഒരു വളരെ പേരുകേട്ട പ്രശസ്തനായ ഒരു നിയമജ്ഞൻ, അദ്ദേഹം ഈ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ മെമ്പർ അല്ലെങ്കിലും മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കുകയും ഉപദേശങ്ങൾ ഈ കമ്മിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു. അഡ്വൈസറായിരുന്നു. അങ്ങനെ 1947 രൂപീകൃതമായ 1948 എന്ന് വേണമെങ്കിൽ പറയാം. 1948 ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ആമുഖം, പ്രിയാമ്പിൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുകയും അത് ഐകകണ്ഠ്യേന പാസാക്കി എടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അതിനെക്കുറിച്ച് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേറെയുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ 1948 മുതൽ 1949 നവംബർ വരെ പല ദിവസങ്ങളിലായി ഒരുപാട് ദിവസങ്ങൾ സമ്മേളനം കൂടി ചർച്ച ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അത് നവംബർ 1949 അംഗീകരിച്ചു. നവംബർ 26 ആണ് അതിൻ്റെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്. അന്ന് തന്നെ വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കാമായിരുന്നു. പക്ഷേ ജാനുവരി 26 ഈ ലാഹോർ കോൺഗ്രസ്സിൽ പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട ദിവസം, മഹാത്മാഗാന്ധി ആർട്ടിക്കിൾ എഴുതിയ ദിവസം, പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട് 1930 എഴുതിയ ദിവസം ജനുവരി 26 അതുകൊണ്ട് ജാനുവരി 26 ഒരു പ്രത്യേകതയുണ്ട്. അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ജനുവരി 26, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് പാസ്സാക്കാനുള്ള ദിവസമായിട്ട് തീരുമാനമെടുത്തത്. അന്ന് തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നു. അതോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും പരിപൂർണമായിട്ട് ഇല്ലാതായി എന്നുള്ളതാണ്. കാരണം ഈവൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൂടെ പാസ്സാക്കിയത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. അപ്പോൾ അതിനുശേഷം ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം
പരമാധികാരം, അതായത് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി അന്ന്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ടെക്നിക്കലി ഇന്ത്യ ഒരു ഡൊമീനിയൻ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ബ്രിട്ടീഷ് മൊണാർക്ക് തന്നെ ആണ്, അല്ലെങ്കിൽ രാജ്ഞി തന്നെ ആയിരുന്നു അപ്പോഴും ഇന്ത്യയുടെ ഹെഡ്. പേരിന് മാത്രമേ ഉള്ളെങ്കിലും കൂടെ ടെക്നിക്കലി സ്പീക്കിംഗ് അങ്ങനെയായിരുന്നു. അത് മാറി എല്ലാ അധികാരങ്ങളും ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ലഭ്യമായ ദിവസമാണ് 1950 ജനുവരി 26. അന്നു മുതൽ ഇന്ത്യ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് തൊട്ടാണ് റിപ്പബ്ലിക്കായത്. അതിൻ്റെ പ്രിയാമ്പിൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാനപരമായ രേഖ. അതിൽ ഇന്ത്യ എന്ന രാജ്യം എങ്ങനെ ആയിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം, ഏത് മാതൃകയിലായിരിക്കണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപ്രകാരം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയും, സോവറിൻ എന്ന് പറയുമ്പോൾ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നും, ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്ന സഭയാണ് ഇവിടെ നിയമം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും അവരാണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്നുള്ളതും ഒക്കെ അടങ്ങുന്നതാണ് ഈ ഡെമോക്രാറ്റിക് എന്നുള്ളത്. സെക്യുലർ എന്ന് പറയുമ്പോൾ മതേതര രാഷ്ട്രമാണ്. അതായത് ഒരു മതത്തിനും ഇവിടെ ഒരു പ്രത്യേക പദവിയോ ഇമ്പോർട്ടൻസോ പ്രാധാന്യമോ ഇല്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ് സെക്യുലർ എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവരെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഞാൻ പറഞ്ഞു ഇതിനെ ഫെഡറൽ ഗവൺമെൻറ്റും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും ആയിട്ട് തരംതിരിച്ചു എന്നുള്ളത്. അതോടുകൂടിയിട്ട് ഫെഡറൽ കോർട്ട് 1938 ഇന്ത്യയിൽ സ്ഥാപിതമായി. മിക്കവാറും എല്ലാ അപ്പീലുകളും, അന്ന് ഹൈക്കോടതികൾ മദ്രാസിലും ബോംബെയിലും കൽക്കത്തയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകളും ഫെഡറൽ കോർട്ടിലേക്ക് പോയിരുന്നു. ഫെഡറൽ കോർട്ടിൻ്റെ ഉത്തരവുകൾക്ക് മേലെ ഇംഗ്ലണ്ടിലെ ലണ്ടനിലുള്ള പ്രിവി കൗൺസിലേക്കായിരുന്നു അപ്പീലുകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ 1950 ജനുവരി 26 കൂടിയിട്ട് ഫെഡറൽ കോടതി ഇല്ലാതാവുകയും ഇന്ത്യയുടെ സുപ്രീം കോടതി നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഫെഡറൽ കോടതികളിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്ന അപ്പീലുകൾ, പ്രിവി കൗൺസിലേക്കുള്ള അപ്പീലുകൾ നിർത്തലാക്കുകയും ചെയ്തു. അങ്ങനെ പരിപൂർണമായി ബ്രിട്ടനുമായുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ ഉപേക്ഷിച്ചു. ഇതാണ് ഭരണഘടനയെ പറ്റി പറയാറ്. ഇതിലിപ്പോ ഡൊമീനിയൻ എന്ന് പറഞ്ഞു, ബ്രിട്ടീഷിന്റെ ഡൊമീനിയൻ എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ റിപ്പബ്ലിക് ആയി എന്നും പറഞ്ഞു. അപ്പൊ ഈ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്? നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. ഇന്ത്യക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല. ഡൊമീനിയൻ എന്ന് പറയുന്നത് ഈ കോളനി വാഴ്ച എന്നൊക്കെ പറയില്ലേ, ബ്രിട്ടീഷുകാരുടെ കോളനി കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുമല്ലോ. ബ്രിട്ടന്റെ അധികാരത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ അവർ ഡൊമീനിയൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു വിശേഷണം അങ്ങനെയാണ്, ഡൊമീനിയൻ ഓഫ്. അങ്ങനെയാകുമ്പോൾ ബ്രിട്ടീഷുകാർ ഇപ്പൊ നമ്മളെ എങ്ങനെയൊക്കെ ഉൾക്കൊള്ളിച്ച് നമ്മുടെ ഇതിലേക്ക് ഭരണ സമയത്തിൽ കൊണ്ടുവന്നാലും അപ്പോഴും അവർ തന്നെ ആയിരുന്നു അതിന്റെ മെയിൻ ഡിസിഷൻ മേക്കേഴ്സ് അല്ലേ. നമുക്ക് അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള വോയിസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ലേ? അതിന് ഇന്ത്യക്കാർക്ക് അതിൽ യാതൊന്നുമില്ല. അവസാനം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ശേഷം പറഞ്ഞല്ലോ. അതിനുശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പരമാധികാരം. ഇവിടെ ഗവർണർ ജനറൽ ആണ് ഭരിച്ചുകൊണ്ടിരുന്നുണ്ടായത്. ഗവർണർ ജനറൽ ഈസ് ആൻസറബിൾ ടു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രതിനിധിയാണ്. ഇവിടെ പാസ്സാക്കുന്ന ഏത് നിയമവും ഗവർണർ ജനറലിന്റെ പെർമിഷൻ ഇല്ലാണ്ട് അത് നിയമമാവില്ല. ഗവർണർ ജനറലും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ആൻസറബിൾ ആണ്. അതുകൊണ്ട് ഏത് നിയമവും അതിൻ്റെ അറ്റം നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്താ അധികാരമുള്ളത്? ഈ പറഞ്ഞ പ്രക്രിയയിലോട് കൂടിയിട്ട് 1909 മിൻറ്റോ മോർലി, മോണ്ടഗു, ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ചെറിയ ചെറിയ ചില അധികാരങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്നു. ഇന്ത്യക്ക് പ്രാതിനിധ്യം ഇതിലൊക്കെ സഭയിലൊക്കെ പോവാനും ചില പ്രമേയങ്ങൾ അവതരിപ്പിക്കാനും ചില ചോദ്യങ്ങൾ ചോദിക്കാനും ഡിസ്കഷൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു അധികാരം കിട്ടി. പക്ഷേ അവസാനം അതിൻ്റെ തീരുമാനം എടുക്കുന്നത് ഗവർണർ ജനറലാണ്.
അപ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടായിരുന്നു ഇന്ത്യൻ ലീഡേഴ്സ് തൃപ്തരല്ല എന്ന് പറഞ്ഞത്. പൂർണ്ണ സ്വാതന്ത്ര്യം, അബ്സല്യൂട്ട് ഇൻഡിപെൻഡൻസ്, അതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇന്ത്യ വിട്ട് ഇവിടെ നിങ്ങളിവിടെ കയറി വന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള യാതൊരു അധികാരവും നിങ്ങൾക്കില്ല, നിങ്ങൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് എന്നായിരുന്നു ആവശ്യം. ഓക്കെ, അങ്ങനെ ഇത്രയും വ്യത്യസ്തമായ കൾച്ചറും ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജും സെറ്റപ്പും ജീവിത രീതികളും എല്ലാം ഉള്ള ഒരു രാജ്യത്ത് ഇതെല്ലാവർക്കും കൂടെ ചേരുന്ന, എല്ലാവരെയും കാറ്റർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ എത്ര വലിയൊരു ടാസ്ക് ആണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ അന്ന് ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാ ലീഡേഴ്സിനും, ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയാലും അതിൽ പങ്കെടുത്ത ഓരോരുത്തരോടും ഒരു വലിയ പ്രണാമം. നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന, ഇന്ന് ആസ്വദിക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും നമുക്ക് പറ്റുന്ന പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം ആ ഒരു ഭരണഘടനയിൽ നിന്ന് നമുക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുക്കിനെ കുറിച്ച് നമ്മൾ പൊതുജനങ്ങൾ എല്ലാവരും, ഇന്ത്യയിൽ എല്ലാവരും അറിയണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള കാരണവും. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിപ്പബ്ലിക് ദിനം വരയ്ക്കും, 1950 26 ജനുവരി വരയ്ക്കുമുള്ള യാത്രയും അതിൻ്റെ ചരിത്രവുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നമ്മളെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയ ആ ഒരു ജേണിയിലൂടെ നമുക്ക് വന്ന് 1950 എത്തിയ ആ മൊമെന്റ് വരയ്ക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ CA ശിവദാസ് ചേറ്റൂരിനോട് വലിയൊരു നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊള്ളുന്നു. അറിയോ പ്രൊജക്റ്റിന്റെ വലിയൊരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. വരും ദിവസങ്ങളിൽ ഈ ഭരണഘടനയുടെ കണ്ടന്റ്സ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവകാശങ്ങൾ, അതിലെ ഉത്തരവാദിത്തങ്ങൾ, എങ്ങനെയാണ് ഇന്നത്തെ ഭരണ സംവിധാനം ഇങ്ങനെ ആയത്, എന്താണ് നമ്മൾ ഡെയിലി ഗോ ത്രൂ ചെയ്യുന്ന ഓരോരോ ഗവൺമെന്റ് പ്രൊസീജിയേഴ്സും മറ്റേ കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. ഭരണഘടനയിലാണ് അതിൻ്റെ തുടക്കം. ഇതെല്ലാം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഒരു മൗലിക അവകാശമാണ്, പ്ലസ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതിലേക്കാണ് അറിയോ എന്നുള്ള ഇൻഫോർടൈൻമെന്റ് പ്രൊജക്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലുള്ള എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ചർച്ചകളുണ്ടാവും. അതുവരയ്ക്കും നന്ദി, നമസ്കാരം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി ആരെങ്കിലും അറിയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്യമം. അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതുപോലെ ഉള്ള സബ്ജക്റ്റിൽ നമുക്ക് അറിയാം എന്ന് തോന്നുന്ന ആ നിമിഷം നമ്മളോട് തന്നെ ചോദിക്കുക, അറിയോന്ന്. സ്റ്റേ ക്യൂരിയസ്, ഗോ ഡീപ്. നമസ്കാരം.